അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ മുഅ്മിനീങ്ങളെ, മധുരയിലെ ഗോരിപ്പാളയം ദർഗയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ പഴക്കമുള്ള ഒരു ദർഗയാണ് ഗോരിപ്പാളയം ദർഗ. അഴകർകോവിൽ റോഡിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായി രണ്ട് മഹാന്മാരാണ് അടങ്ങിയിരിക്കുന്നത്. സയ്യിദ് സുൽത്താൻ അലാവുദ്ദീൻ ഔലിയയും സയ്യിദ് സുൽത്താൻ ഷംസുദ്ദീൻ ഔലിയയുമാണ്. ഒമാനിൽ നിന്നും ഇസ്ലാം ദീൻ പ്രബോധത്തിനായി മധുരയിൽ വന്നതാണ് ഈ സഹോദരന്മാരായ സയ്യിദ് സുൽത്താൻ അലാവുദ്ദീൻ ഔലിയയും സയ്യിദ് സുൽത്താൻ ഷംസുദ്ദീൻ ഔലിയയും ചേർന്ന് ആണ് സുന്ദരപാണ്ഡ്യൻ രാജാവിൻ്റെ രോഗം ഭേദമാക്കിയതെന്ന് ചരിത്രം. രാജാവ് 9 ഗ്രാമങ്ങൾ ഭരിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ ദീൻ പ്രബോധനം ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. മലയാളികൾ തമിഴ്നാട്ടിൽ സിയാറത്തിന് വരുമ്പോൾ അറിയാതെ പോകുന്ന ഒരു ദർഗയാണ് ഗോരിപ്പാളയം ദർഗ. മധുരയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അഴകർകോവിൽ റോഡിൽ എത്തിച്ചേരാം. അവിടെയാണ് ഈ മഹത്തുക്കളായ ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രധാനമായും 2 ഔലിയാക്കളാണെങ്കിൽ കൂടിയും അല്ലാതെ തന്നെ മറ്റ് സ്വാലിഹീങ്ങളും ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഹളറത്താണ് ഗോരിപ്പാളയം ദർഗ. സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പ്രധാനമായും ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ദർഗ. ഇസ്ലാമിക ദീനീ പ്രബോധത്തിനായി ഒമാനിൽ നിന്ന് എത്തിച്ചേർന്ന ഈ സഹോദരന്മാർ അന്നത്തെ കാലത്തെ പാണ്ഡ്യരാജാവ് സുന്ദരപാണ്ഡ്യ രാജാവിന് രോഗം ഭേദമാറ്റുകയും ഇസ്ലാം ദീൻ പ്രബോധനം നടത്തുകയും അതിനെ തുടർന്ന് രാജാവ് 9 ഗ്രാമങ്ങൾ ഭരിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ദർഗയിൽ സിയാറത്തിന് എത്തിച്ചേരുന്നവർക്ക് സിയാറത്ത് ചെയ്തതിന് ശേഷം രാത്രി തങ്ങണമെങ്കിൽ ഇവിടെ തങ്ങാൻ ഉള്ള സൗകര്യമുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഇവിടെ ഹളറത്തിനകത്ത് തന്നെ ഒരു സൈഡിലുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വേഷധാരികളായ ഒരു കൂട്ടം ദർഗയ്ക്ക് ഉള്ളിൽ ഉണ്ട്. സാമ്പത്തികമായി ചൂഷണം ആരും തന്നെ ഇരയാവാതെ ഇരിക്കുക. പ്രത്യേകിച്ച് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ മതസ്ഥരും വരുന്ന സ്ഥലമാണ്. അതിനെ തുടർന്ന് ഒരു വിഭാഗം സാമ്പത്തികമായി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനായി ശ്രമിക്കുന്നു. അതിനാൽ അതിൽ ആരും ഇരയാവാതെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് മധുരയിലും മറ്റും സിയാറത്തിന് വരുന്നവർ ഗോരിപ്പാളയം മഹത്തുക്കളായ ഔലിയാക്കളുടെ ഹളറത്തിൽ കൂടി സിയാറത്ത് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. മധുരയിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദർഗയിലെത്താവുന്നതാണ്. ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിലോ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ വരുന്നവർ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിയതിന് ശേഷം അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് കൊടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യുക. ഈ വോയിസ് കേൾക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും രോഗം മാറ്റിത്തരട്ടെ, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ, ആഹാരം നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു സിയാറത്ത് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.